ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ, ചിക്കൻ ദം ബിരിയാണി. പക്ഷേ ഈ ഒരു ബിരിയാണിക്ക് ഭയങ്കര ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഒരു തുള്ളി പോലും ഓയിലോ വെളിച്ചെണ്ണയോ നെയ്യോ അങ്ങനത്തെ ഒരു ഐറ്റംസും നമ്മൾ യൂസ് ചെയ്യാതെയാണ് ഈ ബിരിയാണി വെക്കുന്നത്. പക്ഷെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ശരിക്കും പറയാമെന്ന് പറയാം, നമ്മളൊരു 75% ആൾക്കാരും ചില ടൈമിൽ ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും നെയ്യും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റണേ എന്നുള്ളത്. ഒന്നിക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടാകുന്ന സമയത്തായിരിക്കും. അപ്പോൾ അതിനുള്ളൊരു പരിഹാരം കൂടിയാണ് കേട്ടോ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. ശരിക്കും ഇത് കൂടുതലായിട്ട് യൂസ്ഫുൾ ആകാൻ ഒന്ന് ഡയറ്റ് ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ കൊളസ്ട്രോൾ കാര്യങ്ങൾ എന്തെങ്കിലും അസുഖമുള്ളവർക്ക്, പ്രായമായവർക്കൊക്കെ. കാരണം പല ടൈമിലും ബിരിയാണി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഫേവറായിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും. അല്ല, ഇടയ്ക്കിടെ ഒന്ന് പൂതിയാവില്ല ഏതെങ്കിലും ടൈപ്പ് ബിരിയാണി കഴിക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആകുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ദം ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 100, 200 ആ ഒരു റേഞ്ചിലാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം നന്നായിട്ട് കളഞ്ഞതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു മസാല കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം. അതുപോലെ തന്നെ ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തോളൂ കേട്ടോ. കാരണം വീട്ടിലെല്ലാവർക്കും കഴിക്കാൻ താല്പര്യമുള്ളതിനനുസരിച്ചിട്ട് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം പറയുകയാണ്, ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുന്നവർ, ഞാൻ പറഞ്ഞല്ലോ എണ്ണയും കാര്യമൊന്നും യൂസ് ചെയ്യാനില്ല. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള പെർഫെക്ഷനും ടേസ്റ്റും കിട്ടണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിതിൽ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു ബൗളിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂണോളം കശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് വേണ്ട, 1.5 ടീസ്പൂൺ മതി. ചെറിയൊരു കളറിന് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് പുളിയുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഒന്നും പ്രശ്നമില്ല കേട്ടോ. അതുപോലെ തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കണം. മല്ലിയില ഏതാണ്ട് 1 കപ്പോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. അതുപോലെ തന്നെ ഏതാണ്ട് അതിൻ്റെ പകുതിയോട് അടുത്തിട്ടും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുക. പുതിനയില ഒരിക്കലും കൂടാൻ പാടില്ല കേട്ടോ, അപ്പോൾ ഭയങ്കരമായിട്ട് ഫ്ലേവർ മാറിപ്പോകും ബിരിയാണിൻ്റെ. എന്നിട്ട് ആ ഒരു ബൗളിനെ സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെക്കുക. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് സംഭവങ്ങളൊക്കെ മൊത്തത്തിലൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ബിരിയാണിയിലേക്ക് മൊത്തത്തിലുള്ള അളവാണ് എടുത്തിട്ടുള്ളത്. ഞാനൊരു 2 വലിയ ബോൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 16-17 പച്ചമുളക് ഞാൻ ചെറുതെടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യട്ടെ, നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇത് ചതച്ചെടുത്തിട്ട് വരാം. ഓവർ പേസ്റ്റാക്കി എടുക്കണ്ട കേട്ടോ, അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ബിരിയാണിക്ക്. അപ്പോൾ ഇതുപോലെ ഞാൻ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ ടു 1.5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് അവിടെ സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ സവാള കാര്യങ്ങളൊക്കെ ചേർക്കുമ്പോൾ അന്നേരം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്ര മാത്രം മതി. ഇനി നമുക്ക് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് മസാല എത്തിക്കിട്ടിക്കോട്ടെ. അതുപോലെ തന്നെ ചെറുനാരങ്ങ നീര് വേണമെന്നുണ്ടെങ്കിൽ പുളിപ്പ് ചെക്ക് ചെയ്തിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില തൈരിൽ ഓവർ പുളി ഉണ്ടാവും, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആവശ്യമില്ല. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മുടെ മസാല റെഡിയാക്കിയിട്ടുണ്ട്. പുളിപ്പ് കാര്യങ്ങളൊക്കെ കറക്റ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ചെറുനാരങ്ങ നീര് ഇതിൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെറിയൊരു വലുപ്പത്തിൽ ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം, അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ടിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. നിങ്ങൾക്ക് എത്രത്തോളം സമയമുണ്ട് അതിനനുസരിച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ് കേട്ടോ. ചുരുങ്ങിയത് ഒരു 1 മണിക്കൂറൊക്കെ വെച്ചാൽ നല്ലതാണ്. അഥവാ നിങ്ങൾ രാവിലെ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി മസാല റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ബിരിയാണിക്ക് ടേസ്റ്റ് കൂടും. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ റെസ്റ്റിംഗ് ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തിലാണോ ബിരിയാണിയുടെ സവാള കാര്യങ്ങളൊക്കെ വഴറ്റിയെടുക്കുന്നത് ആ ഒരു പാത്രം എടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒട്ടും ഓയിലോ കാര്യങ്ങളോ ഒന്നും ഒഴിക്കുന്നില്ല. ഡയറക്റ്റ് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 4 മീഡിയം സൈസ് വലുപ്പമുള്ള സവാള എടുത്തിട്ടുണ്ട്. സവാള എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എത്രത്തോളം നിങ്ങൾക്ക് നേരിയതായിട്ട് കട്ട് ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് നേരിയതാക്കിയിട്ട് തന്നെ കട്ടാക്കി ഇടുക. കാരണം ബിരിയാണിയിൽ നമ്മൾ പൊതുവേ അങ്ങനെ ചെയ്യൽ, എന്നാലും ഈ ഒരു റെസിപ്പിയിൽ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കണേ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3 തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചിക്കനിൽ റെഡിയാക്കിയതിൻ്റെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ബാലൻസ് ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ.
ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പാന് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു ബിരിയാണിയിൽ മെയിനായിട്ട് സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റം ചേർക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ കാഷ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 10-16 കാഷ്യൂ കുറച്ചൊരു 10-15 മിനിറ്റ് മുന്നേ വെള്ളത്തിൽ കുറച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പച്ചവെള്ളത്തിൽ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കാര്യങ്ങളൊക്കെ ചതച്ച് വെച്ചിട്ടുള്ള ജാറില്ലേ, അതന്നെ കഴുകാതെ ഡയറക്റ്റ് അതിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മൊത്തത്തിൽ വെള്ളം അടക്കം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തരികളൊന്നും ഇല്ലാതെ അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ സവാള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതാ പറഞ്ഞത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് ഹെൽത്തിയും കൂടിയാണ്. പിന്നെ നമ്മൾ എണ്ണ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ ഒരു എക്സ്ട്രാ ടേസ്റ്റ് കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ഈ ഒരു കാഷ്യൂ ചേർത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർ കറിവേപ്പില ബിരിയാണി ചേർക്കാറില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ബിരിയാണി റെസിപ്പിയിൽ ചേർക്കാറുണ്ട് എന്നുള്ളത്. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ കാഷ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചേർക്കണേ കയ്യിലുണ്ടെങ്കിൽ. കാരണം ഒന്ന് ഹെൽത്തിയും കൂടിയാണല്ലോ, നമ്മൾ എണ്ണയും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ കൊണ്ട് തന്നെ ഹെൽത്തി റെസിപ്പി ആയിട്ട് തന്നെ നമുക്കിത് കണക്കാക്കാം. അതുപോലെ തന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ബിരിയാണി വെക്കുന്ന സമയത്ത് സവാള, കാഷ്യൂ കാര്യങ്ങളൊന്നും നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടൊന്നും ഇടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മസാലയുടെ സമയത്ത് തന്നെ ചേർത്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതുപോലെ ഉടച്ചു കൊടുത്തിട്ട് ഞാനിതിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കനിൽ അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മസാലയൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് മൊത്തത്തിലായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ചിക്കനും സവാളയൊക്കെ കൂടി ഒന്ന് ജോയിൻ്റായി കിട്ടണം. അതിനുശേഷം നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ സവാളയിൽ നിന്നും ചിക്കനൊക്കെ ചെറുതായിട്ടൊന്ന് വെള്ളം ഇറങ്ങി വരാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ നന്നായിട്ട് തിളയൊക്കെ വന്ന് തുടങ്ങിയാൽ മാത്രം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് വെച്ച് കൊടുത്തേ പറ്റും. കാരണം നമ്മളിതിൽ ഓയിലൊന്നും യൂസ് ചെയ്യാതെ തന്നെയാണ്. അതുകൊണ്ട് പിന്നെ നിങ്ങൾ ടെൻഷനാവൊന്നും വേണ്ട, അടിക്ക് പിടിക്കുന്നുള്ള ടെൻഷനും എന്നിട്ട് വീണ്ടും വെള്ളം എടുത്ത് ഒഴിക്കുക അങ്ങനത്തെ ഒരു ആവശ്യമില്ല കേട്ടോ. ഒരു ടെൻഷനും വേണ്ട. ഞാൻ പറയുന്ന പോലെ ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് 100% സക്സസ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് ഇത് നല്ലപോലെ തിളക്കാൻ തുടങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അടുപ്പ് തുറന്ന് നോക്കുന്ന സമയത്ത് കണ്ടില്ല, അത്യാവശ്യം നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ രീതിക്ക് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത്ര മാത്രമല്ല കേട്ടോ, ഇതിലും കുറച്ചുകൂടി കൂടുതലായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക കേട്ടോ. കാരണം ചിക്കനും നമുക്ക് സവാള ഒട്ടും തന്നെ വഴറ്റിയെടുക്കുക, അതുകൊണ്ട് തന്നെ നല്ലപോലെ സോഫ്റ്റായി കിട്ടണം. അതുകൊണ്ട് തന്നെ ഫ്ലെയിം കുറച്ചിട്ട് അടച്ച് വെച്ചാൽ അതിന് മാത്രം നമുക്ക് മസാല വഴറ്റിയെടുക്കുന്ന പോലത്തെ സ്റ്റേജ് ആയി കിട്ടുള്ളൂ. എന്നിട്ട് ഈ ഒരു സമയത്ത് ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്യുക. ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ തിള വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് നമുക്ക് മനസ്സിലാവും കേട്ടോ ഉപ്പ് എത്രത്തോളം കുറവുണ്ട് എന്നുള്ളത്. എന്നിട്ട് വീണ്ടും ഒന്ന് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക, അടച്ച് വെച്ച് കൊടുക്കുക. ഇനി ഞാൻ പറഞ്ഞ പോലെ ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ലോല് ഒരല്പം ഫ്ലെയിം ഒന്ന് കൂടിപ്പോയി എന്ന് വെച്ചാൽ വലിയ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ സവാള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് സമയം കൂടി നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്ക് സവാളയൊക്കെ നല്ലപോലെ സോഫ്റ്റായി കിട്ടും. നമ്മൾ ഓയിലിൽ വഴറ്റിയെടുക്കുന്ന അതേ ടെക്സ്ചറിലായി കിട്ടും. അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. കാരണം ഓരോരുത്തരുടെ ഫ്ലെയിമിന് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ ഒന്ന് അടപ്പ് തുറന്നിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കണേ. കാരണം അടിക്കും പിടിക്കാതെ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യണേ. അപ്പോൾ നമ്മുടെ മസാല എവിടെ നിന്ന് റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള അരിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാനിവിടെ 4 കപ്പ് അളവിൽ ജീരകശാല അല്ലെങ്കിൽ കൈമ റൈസ് ഉണ്ടല്ലോ, ഞാനിപ്പോൾ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്ന കുഞ്ഞു അരിയാണ്, ആ അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 കപ്പാണ്. എൻ്റെത് ഇപ്പോൾ 250 ml 4 കപ്പിലാണ് എടുക്കുന്നത്. ഇതിന് പകരം ബസ്മതി അരിയ യൂസ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. ഇനി നമുക്കിത് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം വെള്ളം നന്നായിട്ട് വാരാൻ വേണ്ടി മാറ്റി വെക്കാം.
അപ്പോൾ നമ്മുടെ അരിയൊക്കെ കഴുകിയിട്ട് വെള്ളം വാരാൻ വേണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം കണ്ടില്ലേ നമ്മുടെ മസാലയുടെ അവസ്ഥ അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. സവാള കാര്യങ്ങളൊക്കെ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ പാകത്തിന് വറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം ചിക്കൻ മസാല പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ കൂടി ഗരം മസാല പൊടിയും പിന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള ചെറുനാരങ്ങ നീരും ഞാനിപ്പോൾ ഏതാണ്ട് ഒരു മുറിയിൽ അധികമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൊത്തത്തിലായിട്ട് ചേർത്തിട്ടില്ല, പുളി ചെക്കിയായിട്ട് ചേർത്താൽ മതി. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അഥവാ എരിവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ, വേറെ ഒന്നും ചേർക്കേണ്ട, ഇത്രയും മതി. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചിക്കൻ മസാലപ്പൊടി കുറച്ചെങ്കിലും നിർബന്ധമായിട്ട് ഇടണേ ഈ ഒരു ബിരിയാണിക്ക്, കാരണം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഇടുന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഗരം മസാല പൊടിയുടെ ഫ്ലേവർ നോക്കുക കേട്ടോ, കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഒരല്പമൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പ് ചെക്ക് ചെയ്യുക, എന്നിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇത്രയും ആയതിനു ശേഷം ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുക. പുതിനയില നിർബന്ധമില്ല, ഫ്ലേവർ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഉപ്പ് എത്രത്തോളം വേണം അതിനനുസരിച്ച് ചെക്ക് ചെയ്തിടുക, കാരണം ഇനി നമുക്കിതിലിടാൻ കഴിയില്ല. നമ്മുടെ മസാല റെഡിയായി കഴിഞ്ഞിട്ട് എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് കൊടുക്കുക. ഒന്നിക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് ചെറുതായിട്ട് ഫ്ലെയിം വെക്കാൻ പറ്റും അത്രത്തോളം വെക്കുക കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒന്നിക്ക് മാറ്റി വെക്കുക കേട്ടോ എടുത്തിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബിരിയാണി റൈസ് റെഡിയാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതുപോലൊരു വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഓയിൽ നെയ്യ് അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 കപ്പ് അരിയല്ലേ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ 8 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്നുള്ള രീതിക്കാണ് ഞാൻ ചേർക്കാറുള്ളത്, പ്രത്യേകിച്ച് ഞാൻ എടുത്ത അരിക്ക്. അപ്പോൾ നിങ്ങൾ പൊതുവേ എടുക്കുന്ന അരി ഏതാണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ചില അരിക്ക് 1-1.5 കപ്പ് മതി കേട്ടോ. കൈമ റൈസൊക്കെ ആണെങ്കിൽ അത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഒരു 3 പീസ് അളവിൽ പട്ട, ഒരു 5-6 ഗ്രാമ്പു, അതുപോലെ തന്നെ ഒരു 3-4 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബേ ലീഫൊക്കെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ, ഒട്ടും നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഒരു ബിരിയാണിയിലേക്ക് റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ചെക്ക് ചെയ്തിട്ട്. അപ്പോൾ ബിരിയാണി റൈസ് വെക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ് ഉപ്പ് അത്യാവശ്യം ഇട്ട് കൊടുക്കുക കേട്ടോ, കാരണം വെന്ത് വരുമ്പോൾ നമുക്ക് ഉപ്പ് പിടിച്ച് കിട്ടണം ചോറിൽ. അപ്പോൾ പിന്നെ ഒരു ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, പുളി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം, ബിഗിനേഴ്സിനൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. ഈ ഒരു ബിരിയാണിയിൽ നമുക്കിങ്ങനെ ഉപ്പ് റൈസിൽ കണക്കാവൊന്നും മനസ്സിലാകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്യുമല്ലോ. ചെക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു തോന്നലുണ്ടാവില്ല, അല്ലോ ഉപ്പ് കൂടിപ്പോയി എന്നുള്ള ടെൻഷൻ. ആ ഒരു തോന്നൽ, ആ ഒരു ഡൗട്ടാണ് കേട്ടോ നമ്മുടെ ബിരിയാണി റൈസിൻ്റെ ഉപ്പിൻ്റെ കണക്ക് എന്ന് പറയുന്നത്. ആ തോന്നലാണ് നമുക്ക് ബിരിയാണിയിൽ വെന്ത് വരുന്ന സമയത്ത് റൈസിൽ പാകത്തിന് പിടിച്ച് കിട്ടും. അല്ലാതെ നമ്മൾ അങ്ങനെ കൂടിപ്പോയില്ലേ ഇത് കറക്റ്റാണ് അങ്ങനെ മൈൻഡ് ചെയ്ത് അവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ബിരിയാണി അതിൽ ഉപ്പ് കുറയാൻ ചാൻസ് ഉണ്ട്. ബിഗിനേഴ്സിനോടാണ് പറയുന്നത്. അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഇതാ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യമൊന്നും ഞാൻ ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ബിരിയാണി വെക്കുന്ന സമയത്ത് കുറച്ച് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കും നെയ്യിൽ, അല്ലെങ്കിൽ പൊരിച്ചിട്ട് സവാള കോരിയെടുക്കും. അപ്പോൾ നമ്മളിതിൽ എണ്ണയൊന്നും യൂസ് ചെയ്യാതെ കൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യമൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് ഒരല്പം മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റൈസിൽ ഫ്ലേവർ കിട്ടും, വേറെ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ ഒരു മസാലയിൽ നമ്മുടെ ചിക്കൻ്റെ എണ്ണ കാര്യങ്ങളൊക്കെ വരുമല്ലോ, അപ്പോൾ അതൊന്ന് റൈസിലും കൂടി പിടിച്ച് കിട്ടും, നല്ലൊരു പെർഫെക്ഷൻ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ബിരിയാണിയുടെ റെസിപ്പി എന്ന് പറയുന്നത്. ഞാൻ എൻ്റെതായ രീതിയിലൊന്ന് സാധാരണ വെക്കുന്ന തന്നെ പക്ഷേ എണ്ണയില്ലാതെ ഒന്ന് ട്രൈ ആക്കി നോക്കി സക്സസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതാ നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടോ എന്നറിയില്ല, ചെറിയ രീതിക്ക് ഒരു എണ്ണ ഉള്ള പോലെ മുകളിൽ വെള്ളത്തിൽ മനസ്സിലാവുന്നുണ്ടാവും. എന്നിട്ട് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുക, ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സമയത്ത് അരി ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി ഉപ്പ് ചെക്ക് ചെയ്യട്ടെ, അന്നേരം നമുക്ക് ശരിക്കും മനസ്സിലാവും എത്രത്തോളം വേണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു മീഡിയം ടു ഹൈ, മീഡിയത്തിൽ ഹൈയിൽ ഓവറാക്കി വെക്കേണ്ട, മീഡിയം ടു ഹൈൻ്റെ ഇടയിലായിട്ട് വെച്ചിട്ട് വെള്ളം ഒന്ന് വറ്റി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് അടച്ച് വെച്ച് കൊടുക്കുക.
അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ മുകളിൽ ചെറിയ ബബിൾസൊക്കെ വരാൻ തുടങ്ങുമ്പോൾ പിന്നെ വെള്ളം വറ്റിക്കുക എന്ന് പറയുമ്പോൾ ഓവർ അങ്ങ് ഡ്രൈ ആക്കി എടുക്കരുത് കേട്ടോ. അപ്പോൾ ബാക്കി വേവാൻ നമുക്ക് സമയം ഉണ്ടാവില്ല, അപ്പോൾ തന്നെ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു രീതിക്ക് വറ്റി വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുക. ഇനി മൊത്തത്തിലൊന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബിരിയാണി റൈസ് വെന്ത് സെറ്റായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊന്ന് ഇളക്കി തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിനെ. അതുപോലെ ഒന്ന് നിങ്ങളും ചെയ്ത് കൊടുക്കുക. കാരണം ഞാൻ വീഡിയോ പിന്നെ ലെങ്തി ആവുന്നതുകൊണ്ട് അതൊന്നും കാണിക്കണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഓയിൽ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റൈസ് കിട്ടിയിട്ടുണ്ട്. ഒന്നും പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു രീതിക്ക് ആയതിനു ശേഷം ഇനി നമുക്ക് ദം ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ബിരിയാണി റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ദം ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പം നമ്മുടെ മസാല കണ്ടില്ല, ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. മാക്സിമം ലോ ഫ്ലെയിമിലാക്കിയിട്ട് അപ്പുറത്തെ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ടേനും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബിരിയാണി ദം ചെയ്യുമ്പോൾ മസാലക്കും റൈസിന് ഒരേ ലെവലിൽ ചൂടുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടില്ല. അഥവാ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ദം ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് മസാല ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസിൻ്റെ പകുതി ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. ദം ചെയ്യാൻ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ല, അതുകൊണ്ട് ഞാൻ സ്പീഡായിട്ട് കാണിച്ചു തരാം. എന്നിട്ട് ഇതുപോലെ ഒരു ലെയറിൽ പകുതി ചോറിട്ട് കൊടുത്തതിന് ശേഷം പാലിൽ ഒരല്പം മഞ്ഞൾ കലക്കിയിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില ആവശ്യമില്ല കേട്ടോ, മല്ലിയില മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ എന്തായാലും ചേർക്കണമെങ്കിൽ നല്ല ഫ്ലേവർ ഉണ്ടാവും. പിന്നെ നമ്മളൊരു സാധനം ഇതിൽ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നെയ്യിൽ വറുത്തെടുത്ത സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ സാധാരണ നമ്മൾ ചേർക്കുമല്ലോ ബിരിയാണിയിൽ. പക്ഷേ നമുക്കിതിൽ നെയ്യ് യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് ചേർക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിന് പകരമായിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറക്കാത്തത് പച്ചങ്ങനെ കഴിക്കാമെന്ന് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം അത്രക്കും നല്ല ഐറ്റമാണല്ലോ. അപ്പോൾ നമുക്കതങ്ങനെ പച്ചയായിട്ട് ബിരിയാണിയിൽ കടിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മളിവിടെ സ്കിപ്പ് ചെയ്തിട്ടാണുള്ളത്. എന്നിട്ട് ബാക്കിയുള്ള റൈസ് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുക. ഒക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തു കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം, ചിലവർക്ക് ബിരിയാണിയിൽ ഒട്ടും തന്നെ നെയ്യുടെ ആ ഒരു രുചി കിട്ടിയില്ലെങ്കിൽ കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അങ്ങനത്തെവരാണെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ദം ചെയ്യുന്ന സമയത്ത് ഓയിൽ, വെളിച്ചെണ്ണ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാതെ നല്ല നെയ്യ് ഉണ്ടല്ലോ, ആ നെയ്യ് ഒരല്പം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറിൽ കുറച്ച് ആ ഒരു നെയ്യുടെ ഫ്ലേവർ വരും. അത് വേണമെന്നുള്ളവർ മാത്രം ഇങ്ങനെ ചെയ്യുന്നതാണ്. ഞാനിത് ഹെൽത്തി റെസിപ്പി ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒട്ടും തന്നെ യൂസ് ചെയ്തിട്ടില്ല. അതല്ലാതെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റൈസൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഹോൾസുള്ള അടുപ്പാണെങ്കിൽ അതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഒട്ടും തന്നെ ആവി പുറത്തു പോകാൻ പാടില്ല. ഫോയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ടൈറ്റ് ആയിട്ടുള്ള അടുപ്പാണെങ്കിൽ ഒട്ടും തന്നെ ആവി പോകാതെ എങ്ങനെയാണോ നിങ്ങൾ പൊതുവെ ചെയ്യാൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് 1/2 മണിക്കൂർ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട്, എത്രത്തോളം കുറച്ച് വെക്കാൻ പറ്റും അത്രത്തോളം കുറച്ച് വെച്ചിട്ട് 1/2 മണിക്കൂർ വെക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും 1/2 മണിക്കൂറിൻ്റെ മേലെയായിട്ട് എത്രത്തോളം നിങ്ങൾക്ക് സമയമുണ്ട് അത്രയും വെച്ചതിന് ദമ്മിലാണ് കേട്ടോ ഈ ബിരിയാണിയുടെ ടേസ്റ്റ് മൊത്തത്തിൽ വരുന്നത്. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ദം പൊട്ടിക്കാൻ പോവുകയാണ്. നല്ല അടിപൊളി ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ. നല്ലപോലെ സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ ദം പൊട്ടിക്കുന്ന സമയത്ത് ഒരു മണമൊക്കെ ഉണ്ടാവുമല്ലോ നെയ്യിൻ്റെ, അപ്പോൾ ആ ഒരു മണമൊക്കെ കുറവുണ്ട്. പക്ഷേ ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ചും നമ്മുടെ ഈ ഒരു ബിരിയാണീൻ്റെ വിജയം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണി മസാല കാര്യങ്ങളിലൂടെയൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ റൈസൊക്കെ കാണുമ്പോൾ തന്നെ അത്ഭുതമാവും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിൽ ഓയിൽ ഒന്നും യൂസ് ചെയ്യാതെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചു പോകും. അത്രയേറെ പെർഫെക്ഷനിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ടേസ്റ്റാണ് വേറെ ലെവലും. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ദം പൊട്ടിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, റൈസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക, മസാല വേറെ ഒക്കെ. നമ്മുടെ തലശ്ശേരി ബിരിയാണിക്കൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയായിരിക്കും. എന്നിട്ട് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ തന്നെ നോമ്പൊക്കെ വരികയല്ലേ, അപ്പോൾ നോമ്പിനൊക്കെ പറ്റിയൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. എണ്ണ കുറവുള്ള ഐറ്റം എന്നുള്ള രീതിക്കൊക്കെ നമുക്കിത് ഉണ്ടാക്കാം. അതുപോലെ തന്നെ എന്തായാലും എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകൾക്ക് യൂസ്ഫുൾ ആവുന്നൊരു റെസിപ്പിയാണ് ഇത് എന്നുള്ളത്. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്